രതീഷിനെ രണ്ടാമത് വിളിച്ച് കോമാളിയാക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത് വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. കാര്യം ഇന്ന് പുറത്താക്കി വിട്ടെങ്കിലും രതീഷിന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ താൻ വീണ്ടും ഗെയിമറായി മാറുമെന്നോ, ബിഗ് ബോസ് പറയും തൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് രതീഷിന് ഇവിടെ തുടരാമെന്നോ, അങ്ങനെ എന്തെങ്കിലും പറയുമെന്ന് ആ പാവം ആശിച്ചു. ഒരിക്കലും ഈ ഒരു ദിവസം പുറത്തു പോകേണ്ടി വരുമെന്ന് ആൾ കരുതിയില്ല. ഈ തവണയും ജിൻഡോ കരഞ്ഞു. രതീഷ് ഹൗസിൽ വന്നിട്ട് എന്തെങ്കിലും എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കും, കുറച്ചും കൂടെ കോണ്ടന്റ് ഉണ്ടാകും ഈ വീക്കിൽ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കയറ്റി വിട്ടത്. എന്നാൽ ഗെയിമർ അല്ലാത്തത് കൊണ്ട് തന്നെ അവരാരും, മറ്റ് മത്സരാർത്ഥികൾ ആരും തന്നെ രതീഷിനെ ഒട്ടും വകവെച്ചില്ല. ജാസ്മിനും ഗബ്രയും ആളെ പുച്ഛിക്കാവുന്ന അത്രത്തോളം പൂച്ഛിച്ച് വിട്ടിരുന്നു ഈ ഒരാഴ്ച. താങ്കളുടെ സ്വഭാവം കൊണ്ടാണ് ഔട്ടായി പോയതെന്നും ഇവിടെ തുടരണ്ടെന്ന് ബിഗ് ബോസ് തീരുമാനിച്ച ഒരാൾക്ക് ഇവിടെ കയറി വന്നിരിക്കാനായിട്ട് ഒരു യോഗ്യതയില്ലാന്നും ഒക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ മാനസികമായിട്ട് ഒരുപാട് രതീഷിനെ വേദനിപ്പിച്ചിരുന്നു. രതീഷ് ഇല്ലാത്ത സമയത്ത് രതീഷിന് എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ്, എൻ്റെ ഒരു കാക്കയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും രതീഷ് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഗെയിമർ ആകുമെന്നുള്ളൊരു പേടി കൊണ്ടാണോ എന്നറിയില്ല, ജാസ്മിൻ മനഃപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് രതീഷിനെ വേദനിപ്പിച്ചിരുന്നു. ആ ബിഗ് ബോസിനെ കയറ്റിവിടുമ്പോഴെങ്കിലും പറയാമായിരുന്നു ലാലേട്ടൻ വരുന്ന ദിവസം തിരിച്ചിറങ്ങേണ്ടതാണെന്ന്. അതറിയാത്തത് കൊണ്ടായിരിക്കാം ലാലേട്ടൻ ഇറങ്ങി വരാനായിട്ട് രതീഷിനോട് പറയുമ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നത്. ശരിക്കും നല്ല സങ്കടമുണ്ടെന്ന് അദ്ദേഹം ലാലേട്ടനോട് പറയാതെ പറഞ്ഞിരുന്നു. കാരണം നോറയൊക്കെ ഔട്ടായി പോകുമെന്നും ഞാനിവിടെ അധ്വാനിച്ച ഒരാളായിരുന്നു എന്നുമൊക്കെയായിരുന്നു ഞാൻ ആദ്യ വീക്കിൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കോൺഫിഡൻസും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ഔട്ടായി പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട്. ശരിക്കും ആദ്യത്തെ വീക്കിൽ ഔട്ടായി പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല രതീഷ്. രതീഷ് എന്തൊക്കെയോ കോണ്ടന്റുകൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ വെറുതെ വാഴകളെ പോലെ ഇരിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെ വേറെ ഉണ്ടായിരുന്നു. അർജുൻ ഫാൻസ് ക്ഷമിക്കണം, അർജുനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.